എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് നേരെ അബിയുടെ ജാനകിയുടെ നാളത്തെ നല്ലൊരു പ്രൊമോ വിശേഷം കണ്ടാലോ. അങ്ങനെ ഇന്നത്തെ വിശേഷത്തെ നമ്മൾ കണ്ടു. ശരണ്യനെ കാണാനായിട്ട് അജയ് ചെല്ലുവാണ്. അജയ് ചെന്ന് കഴിഞ്ഞപ്പം ശരണ്യ അവിടെ നടന്ന കാര്യങ്ങളൊക്കെ കുറിച്ചൊക്കെ ചോദിക്കുന്നുണ്ട് അളകാപുരിയില്. പിന്നീട് അവിടെ നടന്ന സംഭവങ്ങളൊക്കെ പറയണം. എല്ലാം കേട്ട് കഴിഞ്ഞപ്പോ ശരണ്യ പറഞ്ഞു, ഇതെല്ലാം അപർണയുടെ കളിയാണ്. അപർണ മനഃപൂർവ്വം അജയനെ ആ വീട്ടിലേക്ക് വിളിച്ചു വരുത്തിയിരിക്കുന്നതാണ്. കാരണം എന്താണെന്നറിയാവോ, അജയൻ ആ വീട്ടിലേക്ക് കയറിയിട്ടുണ്ടെങ്കിലോ ഇനി അവൾ ഉദ്ദേശിക്കുന്ന പോലെ കാര്യങ്ങളൊക്കെ നടക്കുള്ളൂ. അല്ലെങ്കിൽ ഇത്രയും ദിവസമായി നിരഞ്ജന ഹോസ്പിറ്റലിലാന്നുള്ള കാര്യങ്ങളൊക്കെ എന്തുകൊണ്ടാ തുറന്നു പറയാതിരിക്കണേ? നിരഞ്ജനെ അവൾ വിളിക്കുന്നല്ലേ. അതുകൊണ്ട് അജയോട് സൂക്ഷിച്ചോ. ഒരു പക്ഷെ അവൾ എന്തൊക്കെയോ മനസ്സിൽ കരുതിയിട്ടുണ്ട്. നിരഞ്ജനെ അജയുടെ നമ്മൾ വിവാഹം കഴിഞ്ഞ് അങ്ങോട്ട് വരാനായിട്ടായിരിക്കും അവൾ കാത്തിരിക്കുന്നത്. അപ്പൊ അവൾ എന്തെങ്കിലും പ്ലാൻ ചെയ്തിട്ടുണ്ടായിരിക്കും എന്ന് പറയാം. അതിന് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല മാർഗം ഒരു കാരണവശാലും നിരഞ്ജനെ അങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വരില്ലെന്ന് പറയണം. കേട്ടാ അജയ് പറഞ്ഞു, അതൊക്കെ ശരി തന്നെയാ. പക്ഷെ അവളുടെ മാനസികാവസ്ഥയും കൂടെ നമ്മളൊന്ന് കണക്കാക്കണ്ടേ നിരഞ്ജനയുടെ. അതൊന്നും കുഴപ്പമില്ല. അവളെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുക അജയേട്ടൻ എന്ന് പറയണം. ശരി, ഞാൻ നോക്കട്ടെ. പക്ഷെ എനിക്ക് ഏറ്റവും വിഷമം ഞാൻ കാരണം ജാനിയടുത്തി അബിയോട് ഒത്തിരി വേദനിച്ചെന്ന് പറയണം. കൃത്യസമയത്ത് ഞാൻ എത്തിയത് കൊണ്ടാ, അല്ലെങ്കിൽ അവരാ വീട് വിട്ട് ഇറങ്ങേണ്ട വന്നേണെന്ന് പറയാം. ഇത് കേട്ട ശരണ്യ പറഞ്ഞേ, അങ്ങനെയൊന്നും ഒരിക്കലും ഉണ്ടാവില്ല. കാരണം ജാനിയടുത്തിന്റെ മനസ്സ് നല്ലതാ. അതുകൊണ്ട് ഒരു പ്രശ്നങ്ങളും ഉണ്ടാകത്തില്ല. ഇനിയിപ്പം ഇതിന്റെ പേരിൽ അജയേട്ടൻ ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. അജയേട്ടൻ നല്ല കൂളായിട്ട് എല്ലായ്പ്പോഴും ഇടപെടുന്ന പോലെ തന്നെ വീട്ടിലെല്ലാവരോടും പെരുമാറ്. ഒന്നും സംഭവിച്ചിട്ടില്ലെന്ന് കരുത്. പിന്നീട് പതുക്കെ ചെന്ന് ഇനിയിപ്പം നിരഞ്ജനയുടെ വീട്ടിൽ ചെന്ന് കല്യാണം ആലോചിച്ചാൽ മതി. കാരണം അവരുടെ വീട്ടുകാർ പറഞ്ഞിരിക്കുന്നത് അജയേട്ടന്റെ വീട്ടുകാരെ എന്ന് കല്യാണം ആലോചിക്കണം എന്നല്ലേ. അതുകൊണ്ട് പതുക്കെ പോയി ആലോചിച്ചാൽ മതി. എടിപെടിയുന്ന ഒരു കല്യാണാലോചനയായിട്ട് അങ്ങോട്ട് ചെല്ലണ്ടെന്ന് പറയാം. അങ്ങനെ അജയ് തിരികെ വീട്ടിലേക്ക് വരുവാണ്. വീട്ടിലേക്ക് വന്നു കഴിയുമ്പോൾ അജയുടെ മനസ്സ് വല്ലാത്തൊരു അസ്വസ്ഥയൊക്കെ ഉണ്ടാകുന്നുണ്ട്. എങ്ങനെ ആയി തീരുമെന്ന് അറിയത്തില്ല. അപർണ പ്രതികാര ബുദ്ധിക്ക് വേണ്ടിയിട്ടാണോ ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്ന് അറിയത്തില്ല. അമലന്റെ മുന്നിൽ കഴുത്തി കെട്ടി കൊടുത്ത് ഒരുപക്ഷെ തന്നോടുള്ള പ്രതികാരമായിരിക്കാം. അല്ലെങ്കിൽ അളകാപുരിയോടുള്ള. ഒരുപക്ഷെ തമ്പിയുടെ മോളല്ലേ, എന്തും ചെയ്യാൻ മടിക്കത്തില്ല അവള്. അങ്ങനെ ഓർത്ത് അജയം കൂടി കയറി ചെല്ലുവാണ്. ഈ സമയത്ത് അമലും അബിയും കൂടി അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു. പെട്ടെന്ന് അജയനെ കണ്ടപ്പോൾ അബി പറഞ്ഞു, ബാടാ ഇങ്ങോട്ടെന്ന് പറഞ്ഞിട്ട് അജയനെ അങ്ങോട്ട് വിളിക്കണം. അജയ്ക്ക് ആദ്യം വല്ലാത്തൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. പിന്നീട് അബി അജയനെ ചേർത്ത് പിടിച്ചിട്ട് പറഞ്ഞു, എന്നോട് ക്ഷമിക്കുക. ആ സമയത്ത് എനിക്ക് അങ്ങനെയൊക്കെ ചെയ്യാൻ തോന്നിയത്. അച്ഛനോട് തറുതല പറഞ്ഞു കഴിഞ്ഞപ്പം ഞാൻ നിന്നെ അറിയാതെ അടിച്ചുപോയി. എന്നോട് ക്ഷമിക്കണം എന്ന് പറയാം. ഇത് കേട്ട അജയ് പറഞ്ഞു, ഏട്ടൻ എന്തിനാ എന്നോട് ക്ഷമ വയ്ക്കുന്നത്? തെറ്റുകാരൻ ഞാനല്ലേ. ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത കാര്യമില്ല ഞാൻ ചെയ്തേ. ഏട്ടനോടെങ്കിലും ഞാൻ നീതി പുലർത്തണമായിരുന്നു. അല്ലെങ്കിൽ ഏട്ടത്തിയമ്മയോടാണെങ്കിലും. ആദ്യം ഏട്ടത്തിയമ്മ എന്നോട് ചോദിച്ചാ ആരെങ്കിലും ആയിട്ട് ഇഷ്ടമുണ്ടോ കാര്യങ്ങളുണ്ടോന്നു. പക്ഷെ അപ്പോഴൊന്നും ഞാൻ ഒന്നും പറഞ്ഞില്ല. ആർക്ക് സഹിക്കാൻ പറ്റുന്ന കാര്യമല്ലോ അത്. കൃത്യസമയത്ത് വലിയ ചതിയില്ലേ ഞാൻ ചെയ്തത്. ഇനിയിപ്പോൾ അതൊന്നും ഓർത്ത് നീ വിഷമിക്കണ്ട കേട്ടോ. എന്നോട് ക്ഷമിക്കടാ. എത്രയാന്ന് പറഞ്ഞാലും നമ്മൾ സഹോദരങ്ങളല്ലേ. നമ്മുടെ മനസ്സിൽ അങ്ങനെ വെറുപ്പും വിദ്വേഷമൊന്നും ഉണ്ടാകത്തില്ലോ എന്ന് പറയാം. ഇത് കേട്ട അമല ഒരു ശരിയാ, പിണക്കങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷേങ്കിൽ അതൊക്കെ കുറച്ച് സമയത്തിന് മാത്രമല്ലേ ഉള്ളൂ. പിന്നെ നമ്മൾ ഒന്നല്ലേ എന്ന് പറയാണ്. അങ്ങനെ 3 പേരും കൂടെ അമലും അജയും അബിയും കൂടെ ചിരിച്ച് ഉല്ലസിച്ച് അവിടെ ഇരിക്കുകയാണ് ഹാളില്. ഈ സമയത്ത് മുകളിൽ നിന്ന് ബാൽക്കണി നിന്നിട്ട് അപർണ ഈ കാഴ്ച കാണുന്നത് അപർണയ്ക്ക് സഹിക്കാൻ പറ്റുന്നതിലും അപ്പുറമായിരുന്നത്. സന്തോഷിക്കുക. അധികം വൈകാതെ തന്നെ ഈ സന്തോഷം ഒരു കരച്ചിലാക്കി മാറ്റുന്ന അപർണ കാണിച്ചു തരാം. അബീനെയും ജാനകീനെയും ഈ വീട്ടിൽ നിന്ന് പടിയടിച്ച് പിണ്ടം വെക്കാതെ എനിക്കിനി സ്വസ്ഥത ഉണ്ടാകത്തില്ല. ഞാൻ ഈ വീട്ടിലേക്ക് കയറി വന്നതുപോലും അതിനു വേണ്ടിയിട്ടാ. അബീൻ ജാനകി വീടിന്റെ പടി ഇറങ്ങുവാണെങ്കിൽ ഇവിടുത്തെ സൂര്യനാരായണൻ എന്ന ആ മനുഷ്യന്റെ ചിറകൊടിഞ്ഞു എന്ന് തന്നെ അർത്ഥമാക്കാം. കാരണം എന്റെ അച്ഛനെ ചതിച്ചവനാ. ഒരു കാരണവശാലും അയാളെ ഗതി പിടിക്കാൻ ഞാൻ സമ്മതിക്കത്തില്ല. അവർ രണ്ടുപേരും ഇറങ്ങുവാണെങ്കിൽ പിന്നെ ഈ വീട് കുട്ടിച്ചോറാവുന്ന കള്ള കാര്യത്തിൽ ഒരു സംശയമില്ലെന്ന് അപർണ മനസ്സിൽ പറയാം. അതിനു വേണ്ടിയിട്ട് ഏതറ്റം വരെ പോകാനായിട്ടും ഞാൻ തയ്യാറാന്ന് പറയണേ. ഈ സമയത്ത് ഇതൊന്നും അറിയത്തില്ലാതെ അജയും അമലും എല്ലാം ചിരിച്ച് സന്തോഷിക്കുകയാണ്. ആ സമയത്താണ് ജാനകി അവർക്ക് ചായയായിട്ട് അങ്ങോട്ട് വന്നത്. പെട്ടെന്ന് ജാനകി പറഞ്ഞു, എന്താ എത്ര എല്ലാവരും കൂടെ 3 പേരും ചിരിച്ച് സന്തോഷിക്കുന്നതിന് ചോദിക്കുകയാണ്. അജയ് പറഞ്ഞു, എത്ര ദിവസമായി ഏട്ടത്തി ഇങ്ങനെ ഞങ്ങളും ചിരിച്ച് ഉല്ലസിച്ചിട്ട്. 2-3 ദിവസത്തിന് ശേഷമല്ലേ ഞങ്ങൾ ഇങ്ങനെ സന്തോഷിക്കണമെന്ന് ചോദിക്കുക. ഇത് കേട്ടതും അബി പറഞ്ഞു, ഇനിയിപ്പം നമ്മുടെ സന്തോഷത്തിന് ദിനങ്ങളിലേ നമുക്ക് വരാൻ പോണേന്ന് പറയാം. ഈ സമയം ജാനകി ചോദിച്ചു, അല്ല നിരഞ്ജനയ്ക്ക് ഇപ്പൊ എങ്ങനെയുണ്ടെന്ന് ചോദിക്കുക. കുഴപ്പമില്ല ഏട്ടത്തി, റിക്കവറായി വരുന്നുണ്ട്. പക്ഷേങ്കിൽ ഇതൊന്നും ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു അജയ്. നീ ഇതിനെക്കുറിച്ചൊന്നും സംസാരിച്ചിട്ട് പോലില്ല. ഇതൊക്കെ അറിഞ്ഞെങ്കിലല്ല ഞങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുണ്ടായിരുന്നുള്ളൂ. കുറെ സമയത്തേക്ക് നിന്നെ ഞങ്ങൾ സംശയിച്ചു പോയി. കാരണം നിന്റെ ഭാഗത്ത് ശരിയുണ്ട്. പക്ഷെ ഞങ്ങളുടെ ഭാഗം നിന്ന് നോക്കുകയാണെങ്കിൽ ഞങ്ങളുടെ ഭാഗത്ത് ശരിയുണ്ടെന്ന് പറയാം. ഈ സമയത്ത് തമ്പിയുടെ ഫോൺ കോൾ അപർണയ്ക്ക് വരുന്നത്. അപർണ കോളെടുത്ത് നോക്കിയപ്പോൾ അച്ഛനാണ് വിളിക്കുന്നത്. തമ്പി എന്തൊക്കെയുണ്ട് മോളെ വിശേഷങ്ങൾ ചോദിക്കാം. ഇവിടെ നല്ല വിശേഷങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കും അച്ഛാന്ന് പറയണം. അത് നമ്മൾ അങ്ങനെ പറഞ്ഞേ. അജയല്ലേ
അവനെ ഞാൻ എൻ്റെ റെക്കമെൻഡേഷനിൽ അളകാപുരിയിലേക്ക് കയറ്റിയിട്ടുണ്ടെന്ന് പറയാം. മോളുടെ റെക്കമെൻഡേഷനിലോ? അവനെ എന്തിനാ അകത്തേക്ക് കയറ്റിയത്? അവനെ ഓടിക്കാൻ മേലാനും ചോദിക്കുക. എൻ്റെ അച്ഛ, അവൻ ഈ വീട്ടിൽ വേണം, എങ്കിലേ എൻ്റെ പ്രതികാര ബുദ്ധി നടക്കുള്ളൂ പറയണം. അവനോട് ഇനിയിപ്പോൾ പ്രതികാരം ചെയ്തിട്ട് എന്ത് കാണിക്കാനായിട്ടാ? അച്ഛ, അതൊക്കെ ഉണ്ട്. വെറുതെ ഒന്നുമല്ല, എന്നെ മണ്ഡപത്തിൽ വെച്ച് ആക്ഷേപിച്ചിട്ട് ഇറങ്ങിപ്പോയവനല്ലേ അവന്. അപ്പൊ അവനെനിക്ക് വെറുതെ വിടാൻ പാടുണ്ടോ? അവൻ എൻ്റെ കൈ കെട്ടണം, അവനെയും കിട്ടണം, അവൻ്റെ ഭാര്യ എന്ന് പറയുന്ന പെണ്ണിനെയും കിട്ടണം. എങ്കിൽ മാത്രം എനിക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറയാം. ഇത് കേട്ടൻ തമ്പി പറഞ്ഞു, മോളുടെ ഇഷ്ടം എന്താണെന്ന് വെച്ചാൽ അത് നടത്തിക്കോ. എന്തിനും ഏതിനും അച്ഛൻ കൂടെ ഉണ്ടായിരിക്കും. എന്തേലും ഒരു ചെറിയ വിഷമോ ബുദ്ധിമുട്ടോ തോന്നിയിട്ടുണ്ടെങ്കിൽ എന്നെ ഒന്ന് വിളിച്ചാൽ മാത്രം മതി. ആ സെക്കൻഡ് ഞാൻ അങ്ങോട്ട് വന്നോളാം എന്ന് പറയണം. ഇത് കേട്ടതാ അപർണ പറഞ്ഞു, ഏയ് അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഇവിടെ ഉണ്ടാവാൻ തോന്നില്ല. പിന്നെ അറിയാലോ, ചേട്ടനിമാര് വീണ്ടും ഒന്നിച്ചിട്ടുണ്ട്. ജാനകിനെ അഭിനയൊക്കെ വീട്ടിൽ കയറ്റി എന്നെ സന്തോഷത്തിലെല്ലാരും. അധികം വൈകാതെ തന്നെ ഞാൻ എൻ്റെ പ്ലാനുകളും പദ്ധതികളും ഒക്കെ ഇവിടെ നടപ്പാക്കുക വെച്ചാ. അച്ഛൻ ഫോൺ വെച്ചോളാം പറഞ്ഞിട്ട് അപർണയെ ഫോൺ വെക്കുവാണ്. ഈ സമയം ആകെപ്പാട് ടെൻഷനുള്ള സുമംഗലാമ. കാരണം സുമംഗലാമ മനസ്സിൽ ചില ലക്ഷ്യങ്ങളെ കണ്ടിട്ടുണ്ടായിരുന്നു. അബീനെയും ജാനകിയും പുറത്താക്കാന്നൊക്കെയുള്ള അതെല്ലാം വെള്ളത്തിൽ വരച്ച വര പോലെ ആയിപ്പോയി. കൃത്യസമയത്തിന് അജയ് കയറി വന്നില്ലായിരുന്നെങ്കിൽ എന്തേലുമൊക്കെ സംഭവിച്ചാനോ ഇവിടെ. കൃത്യസമയത്ത് അവൻ വന്നില്ലേ, എല്ലാം വിളിച്ചു പറഞ്ഞില്ലേ, ഇനിയിപ്പോൾ എന്ത് ചെയ്യും? അങ്ങനെയൊക്കെ ആലോചിച്ചുകൊണ്ട് നേരെ മുത്തശ്ശി ചെല്ലുന്നത് അപർണയുടെ മുറിയിലേക്കാണ്. അപ്പൊ അപർണ അങ്ങനെ അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു. എന്താ മോളെ, നിന്റെ മുഖം എന്താ വല്ലാതിരിക്കണമെന്ന് ചോദിക്കാം. ഇത് കേട്ടതും അപർണ പറഞ്ഞു, അത് പിന്നെ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമുണ്ടോ മുത്തശ്ശി? മുത്തശ്ശിക്ക് അറിയാവുന്നതല്ലേ എന്താ കാണണമെന്ന്. ഞാൻ ഒത്തിരി പ്രതീക്ഷിച്ചിരുന്ന കാര്യം അത് സംഭവിച്ചില്ലോ എന്ന് പറയണം. ഓ അതാണോ? അതോർത്ത് എന്നെ മോള് വിഷമിക്കണ്ട കേട്ടോ. മോളെ രക്ഷിക്കാൻ എപ്പോഴും എന്തിനും ഏതിനും ഈ മുത്തശ്ശി കൂടെ ഉണ്ടായിരിക്കും. ഇനിയിപ്പം ഈ ഒരു കാര്യത്തിന്റെ പേര് പറഞ്ഞ് അവനെ ഈ വീട്ടിൽ നിന്ന് അകറ്റാനായിട്ട് പറ്റില്ല. പക്ഷെ ഒരു കാര്യമുണ്ട്, അബീനും ജാനകീനെ ഞാൻ ഈ വീട്ടിൽ നിന്ന് തുരത്തി ഓടിച്ചിരിക്കും. ഉറപ്പായിട്ടും അത് അങ്ങനെ തന്നെ സംഭവിക്കും. കാരണം ഒരു രക്ഷയില്ലാതെ വന്നിട്ടുണ്ടെങ്കിൽ ഇത്രയും നാളും സൂര്യൻ അതോടൊപ്പം തന്നെ പ്രഭാവതിയും ഒളിപ്പിച്ചു വെച്ച രഹസ്യമുണ്ട്. ആ രഹസ്യം ഒന്ന് പൊട്ടിച്ചാൽ മാത്രം മതി. പിന്നെ എന്ത് ചെയ്യണമെന്ന് എല്ലാവർക്കും അറിയാം. കാരണം അതൊന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അവർ തകർന്ന് തരിപ്പണമായിപ്പോവും. അതോട് കൂടിയിട്ടെന്ന് പറയാണ്. അപ്പൊ എന്തോ ഒരു വലിയ രഹസ്യം മുത്തശ്ശി മനസ്സിൽ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട്. ഒരു പക്ഷേങ്കിൽ അത് അബിയെക്കുറിച്ചുള്ളവനാണ് ചാൻസ്. കാരണം അബിക്ക് എന്തെങ്കിലും സംഭവിച്ചാലാണ് കൂടുതൽ സൂര്യനാരായണൻ വേദന ഉണ്ടാവുന്നത്. അപ്പൊ ആ രഹസ്യം പൊട്ടിക്കുന്നു മുത്തശ്ശി പറയാണ്. ഇത് കേട്ടപ്പോ അപർണ പെട്ടെന്ന് ചോദിച്ചു, അതെന്ത് രഹസ്യം മുത്തശ്ശി എന്ന് ചോദിക്കുക. അതൊന്നും ഇപ്പൊ പറയാൻ പറ്റില്ല മോളെ, അത് കൃത്യസമയത്ത് ഞാൻ പറഞ്ഞോളാം. മോള് കാത്തിരുന്നു. ഒരു വഴിയും കണ്ടില്ല, അവസാന വഴി എൻ്റെ അതായിരിക്കും, ജാനകിനെ ഈ വീട്ടിൽ നിന്ന് ഓടിക്കാനായിട്ട്. അതുകൊണ്ട് ധൈര്യമായിട്ട് ഇരുന്നാളം പറയാം. ഇത് കേട്ട് കഴിഞ്ഞപ്പം അപർണ എന്നാ ശരി മുത്തശ്ശി എന്ന് പറയാണ്. ഈ സമയം പ്രഭാവതി അങ്ങോട്ട് ഇറങ്ങി, സുമംഗല അങ്ങോട്ട് ഇറങ്ങി പോവാണ്. സുമംഗല അങ്ങോട്ട് ഇറങ്ങി പോയി കഴിഞ്ഞപ്പോൾ ജാനകി അവിടെ ഇരിക്കുന്നുണ്ട്. ജാനകി കണ്ട് പിറുപിറുക്കുക സുമംഗല. ഇരിക്കുന്ന ഇരിപ്പ് കണ്ടില്ലേ? അവളിപ്പോൾ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകണ്ടായിരുന്നു. കഷ്ടിച്ച് അവൾ രക്ഷപ്പെട്ടെ. പക്ഷെ അധിക ദിവസം നിനക്ക് ഇവിടെ നിൽക്കാൻ പറ്റില്ലടേ. ഈ ഞാനാ പറയണേ, നിന്നെ ഇവിടെ നീ തന്നെ പുകച്ച് പുറത്തേ അടിക്കും. എന്നോടാ നിന്റെ കളി. ഈ സുമംഗലയുടെ ശരിക്കുള്ള സ്വഭാവം നിനക്ക് അറിയത്തില്ലാഞ്ഞിട്ടാ എന്നും മനസ്സിൽ പറഞ്ഞിട്ട് അങ്ങോട്ട് പോവാണ്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നാളെ കാണാൻ പോകുന്നത്. ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിച്ചു നിർത്തുന്നു. നന്ദി.